നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, PSG ആണ് ഫൈനൽ ഒപ്പണൻസ് എന്നറിഞ്ഞപ്പോൾ തന്നെ ചെൽസി ഫാൻസ് അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ എങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ജയിക്കും എന്നുള്ളത്. നമുക്കപ്പോൾ അതൊരു ഡെലൂഷണൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ടൊക്കെ തോന്നിയെങ്കിൽ പോലും ദേ കുക്ക്ഡ്. ചെൽസിയുടെ ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണത്. ഓരോ തവണ ഇതുപോലത്തെ ഒരു ബിഗ് മാച്ചിൽ ചെൽസി വരുമ്പോൾ എല്ലാവരും ചെൽസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ചെൽസി തട്ടിമുട്ടിയിട്ട് ജയിച്ച് ആ ഒരു ട്രോഫി അടിക്കും, അതാണ് പതിവ്. അങ്ങനെ ഒരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെൽസി ഫാൻസ് ആ ഒരു ടൈപ്പ് ഡയലോഗ് അടിച്ചത്. പക്ഷെ അവരെന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല PSG ഔട്ട് ക്ലാസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് പെർഫോമൻസ്. 3-0 PSG-ക്കെതിരെ ക്ലീൻ ഷീറ്റ്. അവരെ എന്താ പറയാ, ആകെ ഇല്ലാണ്ടാക്കുന്ന തരത്തിലാണ് ചെൽസി കളിച്ചതും ജയിച്ചതും. മാച്ചിന്റെ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ PSG പ്ലേയേഴ്സ് ഒരു ആവശ്യമില്ലാതെ ഫൗള് വെക്കണു, കോച്ച് പോയിട്ട് പ്ലേയേഴ്സിന്റെ മൂന്തക്കടിക്കണു. They were rattled. ഓക്കെ, ഒരു ഈസി ആയിട്ട് ഈ ഒരു കപ്പടിക്കാന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ചെൽസി ഒരു വല്ലാത്ത ജാതി റിയാലിറ്റി ചെക്ക് PSG-ക്കും ഓരോ പ്ലേയേഴ്സിനും കൊടുത്തത്. മാച്ചിന്റെ ഫസ്റ്റ് മിനിറ്റ് തൊട്ട് തന്നെ കാണാം ചെൽസിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. PSG എങ്ങനെയാണോ ബാക്കിയുള്ള ടീമിനെ ഇല്ലാണ്ടാക്കിയത് ആ ഒരു സെയിം ഐഡിയോളജി, നിങ്ങൾ പ്രസ് ചെയ്താൽ ഞങ്ങളും പ്രസ് ചെയ്യും, നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ഞങ്ങളെ പ്ലേയേഴ്സിനെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞു. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത തരത്തിലുള്ള ഒരു മാച്ച് അല്ല ഫസ്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പോഴും ഞാൻ വിചാരിക്കണ മറ്റൊരു കാര്യം, ഇത് PSG-ക്ക് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്. മാച്ചിന്റെ കൺട്രോൾ അവരിപ്പോ തിരിച്ചു പിടിക്കുന്നത്. ഇനിയിപ്പോ ഞാനാണോ ഡെലൂഷണൽ എന്ന് എനിക്കറിയില്ല. 3-0 ആയിട്ട് ഹാഫ് ടൈം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പോലും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ലൂയിസ് എൻറിക്കെ എന്തെങ്കിലും ഒരു മാജിക് കൊണ്ടുവരും, PSG മാച്ചിൽ തിരിച്ചു വരും, നമുക്ക് കുറച്ചും കൂടെ വാശിയേറിയ ഒരു മാച്ച് കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഒരു മാങ്ങ ഉണ്ടായില്ല. ചെൽസിയുടെ ഫുൾ ബാക്സ് ഞങ്ങൾക്ക് എന്തോ പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ടൈപ്പ് കളിയാണ് കളിച്ചത്. എക്സ്പെഷ്യലി PSG-യുടെ അറ്റാക്കേഴ്സിനെ അടുപ്പിക്കുന്ന കാര്യത്തിൽ ഒരു കാണിച്ചില്ല. അതിന് പുറമെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന്റെ ഭാഗത്തുനിന്നും ഈവൻ കോൾ പാമർ വരെ വന്ന് ഡിഫൻസീവായിട്ട് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ PSG-ക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെ റോബർട്ട് സാഞ്ചസ്, ചെൽസി ഫാൻസിനിടയിൽ ഏറ്റവും ക്രൂസിഫൈ ചെയ്യപ്പെടുന്ന ഒരു പ്ലെയർ, ഇയാളെ മാറ്റണം, പുതിയ ഗോൾ കീപ്പറെ കൊണ്ടുവരണം, അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടെയാണിത്. നിങ്ങൾ ആലോചിക്കണം, മാൻ ഓഫ് ദി മാച്ച് കോൾ പാമറിനെ മാറ്റി നിർത്തിയ മാൻ ഓഫ് ദി മാച്ച് ടൈപ്പ് ഓഫ് പെർഫോമൻസ്. 6 ഷോട്ട് എന്തോ വന്നു, 6 ഇയാൾ സേവ് ചെയ്ത്. സേവ്സ് മാത്രമല്ല, PSG-ന്റെ അറ്റാക്കേഴ്സിന്റെ പ്രസ്സിനെ ബീറ്റ് ചെയ്യുക, നല്ല എലീറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂഷൻ. ആളുടെ ലോങ് ബോൾ എന്നാണ് ചെൽസി ഫസ്റ്റത്തെ ഗോളൊക്കെ അടിച്ചത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഗോൾ അടിച്ച പാമറിനെ പറ്റിയിട്ട് കാം, കമ്പോസ്ഡ്, കൂൾ, കോൾഡ് പാമർ മാൻ. നമ്മൾ ഈ ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലേയേഴ്സിന് മാത്രം കണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അത്രക്ക് കമ്പോസ്ഡ് ആയിട്ട് റൈറ്റ് ഫൂട്ടഡ് പ്ലേയേഴ്സ് കളിക്കുന്നത് വളരെ കുറവാണ്. ആ സെക്കൻഡ് ഗോളൊക്കെ നോക്കി എന്തപ്പോ അവിടെ ചെയ്തത്, ഒരു ഫേക്ക് ഷോട്ടിനെ പോലെ എന്തോ കാണിച്ചു. ആ ഡിഫൻഡർ അവിടെ ഇരുന്ന് ഫസ്റ്റ് ഗോളിനും സെക്കൻഡ് ഗോളിനും പവറൊന്നുമില്ല. ആ ഒരു മൂലക്കൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് പന്ത് ഇങ്ങനെ കറങ്ങിപ്പോയി കയറുക. മെസ്സിയൊക്കെ ഇടക്കിടക്ക് അടിക്കലില്ലേ, ആ ഒരു സാധനം. ഇത് ലെഫ്റ്റ് ഫൂട്ടേഴ്സിന്റെ ഒരു ട്രേഡ് മാർക്ക് സാധനമാണ്. ജാവോ പെഡ്രോക്ക് കൊടുത്ത ആ ഒരു കിഡിലൻ അസിസ്റ്റ് കൂടെ നോക്കുമ്പോൾ ഫൈനലിൽ ഉണ്ടായ 3 ഗോളിലും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ് പാമറിനുള്ളത്. അതിനു പുറമെ ഡിഫെൻസീവ് ആയിട്ടും ചെങ്ങായി ടീമിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ മാച്ചിൽ PSG അറ്റാക്കേഴ്സ് ചെയ്തത് കണ്ട് നമ്മളൊക്കെ ഒരു പ്രൈസ് ചെയ്തില്ലേ, ആ ഒരു സെയിം സംഭവം ഈ ഒരു മാച്ചിൽ പാമർ ചെയ്യണ്ടേനു. ഇനിയും ഓരോ ചെൽസി പ്ലേയേഴ്സിനെ എടുത്തൊന്നും ഞാൻ പറയണില്ല, ഇറങ്ങിയ പ്ലേയേഴ്സ് ഒക്കെ അവരുടെ റോള് ഭംഗിയായിട്ട് തന്നെ ചെയ്തു. That's why they are the champions. And അടുത്ത 4 വർഷത്തിന് ആ ഒരു ബാഡ്ജ് അവർക്ക് സ്വന്തം. PSG-യുടെ കേസിൽ വെരി സർപ്രൈസ്ഡ് ബൈ വിറ്റീഞ്ഞയുടെ പെർഫോമൻസ്. ന്യൂനോ മെൻഡസ്, ഡെംബലെ, ദോയെ, ക്വരസ്കേലിയ, ഹക്കീമി ഓരൊക്കെ പോട്ടെ, പക്ഷെ വിറ്റീഞ്ഞയുടെ കേസിൽ ആൾ ഇത്രയധികം സ്ട്രഗിൾ ചെയ്തൊരു മാച്ച് ഈ അടുത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. 17 തവണ പൊസിഷൻ ലോസ്റ്റ്. ഗൈസ് ആലോചിക്കണം, വിറ്റീഞ്ഞന്റെ ഭാഗത്ത് നിന്ന് 17 പൊസിഷൻ ലോസ്. അതാ ഞാൻ പറഞ്ഞത്, പാമറൊക്കെ വന്നിട്ട് ഈ ചെങ്ങായിന്റെ കാലം വന്ന് പന്തെടുക്കണ്ടേനു. ചെൽസിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസിന് PSG പ്ലേയേഴ്സിനായാലും അവരുടെ കോച്ചിനായാലും ഒരു കറക്റ്റ് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. PSG സെക്സ്റ്റപ്പിൾ അടിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ആലോചിക്കണേനു അത് കൊള്ളാവുന്നുള്ള കാര്യം. വേറെ ഇപ്പം എന്താ, ഇങ്ങനെ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായാൽ പോലും ഈ ഒരു സീസൺ PSG-യെ സംബന്ധിച്ചും അവരുടെ പ്ലേയേഴ്സിനെ സംബന്ധിച്ചും അത്രക്കും സക്സസ്ഫുൾ തന്നെയാണ് കേട്ടോ.
ഞാനിത് എന്തിനാ പറഞ്ഞു ചോദിച്ചാൽ ബാലൻഡൂർ ഡിബേറ്റിൽ വീണ്ടും യമാൽ പൊങ്ങി വരുന്നതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഗൈസ് കം ഓൺ നൗ മാൻ, കമോൺ. ഇനിയിപ്പോൾ ഡെമ്പലെ അടിച്ചില്ലെങ്കിൽ പോലും യമാലിന് അടിക്കാനുള്ള ഒരു സംഭവമല്ല. ഓക്കെ, നിങ്ങളിങ്ങനെ വെറുതെ ഓരോരുത്തർക്ക് ഓരോ സംഭവം കൊടുക്കല്ലേ. യമാൽ എന്തായാലും അടുത്ത കുറേ വർഷത്തിൽ 2, 3, 4 ഒക്കെ അടിച്ചോളും. സമയം ഉണ്ടല്ലോ ചെക്കനെ. നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. ഓക്കെ, യമാൽ ഡെമ്പലെ എന്നൊന്നുമില്ല. യമാൽ അവിടെ അല്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ആര് വേണമെങ്കിലും അടിച്ചോട്ടെ. എല്ലാത്തിനും പുറമെ ബാലൻഡോർ ക്രൈറ്റീരിയയിലെ 3ാമത്തെ സംഭവം ഫെയർ പ്ലേ. അതും യമാലും തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല. ആളെ പറ്റി ഓരോ ദിവസം കഴിയും തോറും ക്രേസി അക്യൂസേഷൻസും ന്യൂസൊക്കെയാണ് വരുന്നുണ്ട്. ചെങ്ങായിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഡിഡി പാർട്ടിനേക്കാളും വലിയ സംഭവമാക്കാൻ ഈ ചെങ്ങായി നോക്കിയത്രേ. എന്തൊക്കെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അത്രക്കുള്ളൂ. ബൈ.